Hi friends, online fabrication മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഒരു കിച്ചണിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പും അതേപോലെ തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കാഴ്ചയാണ് കാണിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന സ്പേസിൽ ഒരു ബോക്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇപ്പുറത്തും ഒരു ബോക്സ് വരുന്നുണ്ട്. താഴ്ഭാഗത്ത് നമ്മൾ എൽ ടൈപ്പിലാണ് ഫ്രെയിം വരുന്നത്, കിച്ചൺ ഫ്രെയിം. അതേപോലെ തന്നെ ലോഫ്റ്റും എൽ ടൈപ്പിലാണ് നമ്മൾ വരുന്നത്. നമ്മളിതിൽ ഫ്രെയിം ഫിറ്റിങ് അങ്ങനെയുള്ള കട്ടിങ് ഒന്നും കാണിക്കുന്നില്ല. അതിന് മുമ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ തന്നെ ഒരു കിച്ചൻ്റെ ഫുള്ള് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ബാക്ക് ഭാഗത്തല്ല അതിൽ ഫോം ഷീറ്റ് ഒട്ടിക്കൊടുത്തിട്ടാണ് ഈ കിച്ചൺ വർക്ക് ചെയ്യുന്നത്. നമ്മളിതാ ഇപ്പോൾ കിച്ചൻ്റെ ഫുള്ള് വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ ഒരു 3 ഡ്രോ കൊടുത്തിട്ടുണ്ട്. അതിലൊരു പുൾ ഔട്ട് ഡ്രോയും അതേപോലെ തന്നെ ഒരു ഷീറ്റ് കട്ട്ലറി, ഒരു പ്ലേറ്റിൻ്റെ ഡ്രോ ആണ് കൊടുത്തിട്ടുള്ളത്. ഗ്യാസിൻ്റെ ഗ്രില്ലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബോക്സിൽ നമ്മൾ എഡ്ജിങ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളൊരു അഴിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൻ്റെ താഴെ നമ്മൾ ചെറിയ ബോട്ടിലുകളെല്ലാം വെച്ചിട്ട് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ലോഫ്റ്റിലും നമ്മൾ അതേപോലെ തന്നെ ഡോറുകൾ ഷീറ്റ് ACP ഷീറ്റാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ സെക്ഷനാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ലോഫ്റ്റിലും ബോക്സിലും അതേപോലെ തന്നെ താഴെ ബോട്ടത്തെ ഫ്രെയിം അടക്കം എല്ലാത്തിലും നമ്മൾ ഹാൻഡിൽ സെക്ഷനാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ഫസ്റ്റ് ഡോറിൽ ഒരു തട്ടടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു പുൾ ഔട്ട് ഡ്രോ വരുന്നുണ്ട്. അതിൽ നമ്മൾ 3 തട്ടിൻ്റെ ഡ്രോ ആണ്. 8 ഇഞ്ചിൻ്റെ പുൾ ഔട്ട് വീതി വരുന്നതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഷീറ്റിൻ്റെ ഒരു ഡ്രോ, ഷീറ്റ് കട്ടില, അതായത് ഷീറ്റല്ല പ്ലേറ്റിൻ്റെ ഒരു ഡ്രോയും ഷീറ്റ് കട്ട്ലറി ഒരു ഡ്രോയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സിങ്ക് വരുന്നവിടെ നമ്മൾ തട്ടൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ സിങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തട്ടൊന്നും അതിൽ അടിച്ചിട്ടില്ല. ബോക്സിലും അതേപോലെ തന്നെ നമ്മൾ തട്ടടിച്ചിട്ടില്ല. ബോക്സിൽ നമുക്ക് തട്ടടിക്കേണ്ട സ്പേസ് ഇല്ല. അതാകെ ഒരു 16 ഇഞ്ചാണ് നമുക്ക് ആ ബോക്സിൻ്റെ ഡോറ് വരുന്നുള്ളൂ. അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ 8 ഇഞ്ച് സ്പേസിലാണ് ഓപ്പണായിട്ട് ബോട്ടിൽ വെക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. ഗ്യാസ് വരുന്നവിടെ നമ്മൾ 2 സൈഡും പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ഗ്യാസിൻ്റെ സിലിണ്ടറിൻ്റെ അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.